ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു വീടിൻ്റെ വയറിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് ഡി ബി ആണ്, 3 ഫേസ് ഡി ബി ആണോ സിംഗിൾ ഫേസ് ഡി ബി ആണോ വെക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടല്ല, അതായത് അത്യാവശ്യം നമുക്ക് ഒരു ഇത്ര റൂമുണ്ട്, അതിൻ്റെ അകത്ത് എത്ര എ സി, അതുപോലെ തന്നെ ഹീറ്ററുകൾ, വാട്ടർ ഹീറ്ററുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, പവർ പ്ലഗുകൾ, ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ 3 ഫേസ് ഡി ബി കൊടുക്കുന്നത്. സാധാരണ നമ്മളൊരു സിംഗിൾ ഫേസ് ഡി ബി എന്ന് പറയുമ്പോൾ 5000 വാട്ട്സ് വരെയാണ് നമുക്ക് അതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. അത് 5000 വാട്ട്സിന് മുകളിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോയിന്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് 3 ഫേസ് എന്ന് പറയുന്ന ഡി ബിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് വരുന്ന കാലഘട്ടങ്ങളിൽ 3 ഫേസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ സിംഗിൾ ഫേസ് ആണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, അതായത് ഡി ബി വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, പിന്നീട് അതെല്ലാം വെട്ടിപ്പൊളിച്ച് മാറ്റി 3 ഫേസിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. 3 ഫേസ് ഡി ബി ആക്കേണ്ടി വരും, അതുപോലെ തന്നെ മീറ്റർ ബോക്സ് ആക്കേണ്ടി വരും. അപ്പോൾ നമ്മളൊരു പുതിയ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് എത്ര എ സി അങ്ങനെ കാര്യങ്ങളൊക്കെ 5000 വാട്ട്സിന് മുകളിലേക്ക് നമ്മൾ ഉറപ്പായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോയിന്റുകൾ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, മസ്റ്റായിട്ട് നമ്മൾ 3 ഫേസ് ഡി ബി വെച്ചിട്ടേക്കുക. അതുപോലെ 3 ഫേസ് മീറ്റർ ബോക്സും വെച്ച് കറക്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ 3 ഫേസ് കണക്ഷൻ എടുക്കണമെന്ന് നിർബന്ധമില്ല, സിംഗിൾ ഫേസ് കണക്ഷൻ ഉപയോഗിച്ചിട്ടായാലും മതി. അപ്പോൾ 3 ഫേസ് കണക്ഷൻ പിന്നീട് ആവശ്യമുള്ള സമയത്തേക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൺവേർട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമുക്ക് നല്ലൊരു പൈസ സേവ് ചെയ്യാൻ പറ്റും. അതായത് പിന്നീട് വരുന്ന മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വേറൊന്നുമല്ല, നമ്മളൊരു എ സി വെക്കുന്നത് 3 റൂം ഉണ്ടെങ്കിൽ 3 റൂമിലേക്ക് 3 എ സി വരുന്നുണ്ട്, പവർ പ്ലഗുകൾ വരുന്നുണ്ട്. അങ്ങനെ എല്ലാം വരുന്ന സമയത്ത് 5000 വാട്ട്സിന് മുകളിലേക്ക് വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ 3 ഫേസ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പിന്നെ നമ്മളിവിടുന്ന് നോക്കി അറിയാൻ പറ്റും എല്ലാ സ്ഥലത്തേക്കും. ഇതിപ്പോൾ വി-ഗാർഡിൻ്റെ ഡി ബി ആണ് വെച്ചിരിക്കുന്നത്. വി-ഗാർഡിൻ്റെ ഡി ബി അത്യാവശ്യം നല്ല ഒരു ഡി ബി ആണ്, വേറെ ഒന്നും കൊണ്ടല്ല, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഡി ബിയിൽ അത്യാവശ്യം സ്പേസ് ഉള്ളതാണ് ഏറ്റവും നല്ലത്. ഇൻഡക്ഷൻ കറണ്ട് മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതായത് വയർ ടൈറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് വയറുകളെല്ലാം തന്നെ ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് ആയിക്കഴിഞ്ഞാൽ പൈപ്പിലാണെങ്കിലും ഡി ബിയിലാണെങ്കിലും ഇൻഡക്ഷൻ കറണ്ട് മസ്റ്റായിട്ടും ഉണ്ടാകും. അതായത് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാലും ചില LED ബൾബുകളൊക്കെ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതങ്ങനെ വരുന്നത് കൂടുതലും വയറുകളെല്ലാം തന്നെ ടൈറ്റായി, പൈപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കൊടുക്കുന്ന വയറുകളെല്ലാം ടൈറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഡി ബിയിലാണെങ്കിലും ഒരു ഓവറായിട്ട് ടൈറ്റിങ് വരുമ്പോഴാണ് ഇൻഡക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് പൈപ്പുകളും ഡി ബിക്ക് വലിപ്പവും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇൻഡക്ഷൻ കറണ്ട് മാക്സിമം ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. അത്യാവശ്യം നമ്മൾ പോകുന്ന സ്ഥലത്തേക്കെല്ലാം തന്നെ ജംഗ്ഷനുകൾ പകരമായിട്ട് PVC ജംഗ്ഷൻ ഉപയോഗിക്കുക. PVC ജംഗ്ഷൻ ബോക്സ് ഉപയോഗിച്ചിട്ട് 4x4 അല്ലെങ്കിൽ 6x4 ഉപയോഗിച്ച് ചെയ്ത് അത്യാവശ്യം പൈപ്പുകൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ മാക്സിമം നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി അതെങ്ങനെയാണെന്ന് അറിയണമെന്ന് താല്പര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് എങ്ങനെയാണ് പൈപ്പിംഗ് ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഫ്രണ്ട്സ്, എന്നാലേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first